മാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? മാം നമുക്ക് എക്സാം എപ്പോഴാ വരുന്നേ? തേർഡ് ഫോർത്ത് മൊഡ്യൂൾസിന്റെ ഒക്കെ തേർഡ് ഫോർത്ത് മൊഡ്യൂളുകള് ഏകദേശം ജനുവരിയിലേക്കായിരിക്കും. അത് ഫസ്റ്റ് ആയിട്ടാണോ അതോ മിഡിലോ ലാസ്റ്റ്? അത് ഏത് വീക്കാ വരാ സാധ്യത? തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് അത് നമുക്കിപ്പോ ജനുവരി ഫസ്റ്റിലാണോ അതോ ലാസ്റ്റ് ആ ടൈം ഏത് ടൈമില് വരുന്നത്? അത് നോക്കേണ്ടി വരും. നമ്മളതിന്റെ ഡേറ്റ് നോക്കേണ്ടി വരും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ബിറ്റ്വീൻ ആ ഒരു ഡേറ്റ് ജനുവരിയിലാണ്, ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് ആണെന്നാണ്. ഞാനത് ഇപ്പൊ എല്ലാ ക്ലാസിന്റെ പേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. വെക്കേഷൻ ഉണ്ടാവോ മാം? സ്റ്റഡി ലീവ് അല്ലേ? അല്ല മാം, വെക്കേഷൻ ക്രിസ്മസിന് ഇല്ല. അത് അധികം ദിവസം ഒന്നും ഉണ്ടാവില്ല. അത് 1-2 ദിവസമൊക്കെ കിട്ടിയാൽ അത്രേ ഉള്ളൂ. വെക്കേഷൻ അത്ര ദീർഘസമയം ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ജനുവരി 12 ഉണ്ടാവോ എക്സാം? 12-നെയൊക്കെ ഉണ്ടാവോ എക്സാം? ജനുവരി 12-ന് 12-നൊക്കെ ഉണ്ടാവുമെന്നാ? അയ്യോ, ഇതിന്റെ ഡിക്ലറേഷൻ എന്നത്തേക്കാണാവോ വെച്ചേക്കണേ? എനിക്ക് അത് നോക്കാതെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ. യെസ്, നോക്കിയായിരുന്നോ? വായിച്ചൊക്കെ നോക്കിയോ? മെഡിക്കൽ ഇൻഷുറൻസ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞു നിർത്തിയത് അല്ലെ? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെ തരത്തില് ഇൽനെസ് ആയിക്കോട്ടെ, ആക്സിഡന്റുകൾ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ഇൻഡെമിനിഫൈ ചെയ്യാൻ ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. ഇങ്ങനെ 5 രീതിയിൽ ഉള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് നിലവിലുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യപരമായിട്ടുള്ള ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിൽ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇൻഷുർഡിന് ടു കവർ ഓൾ ദ എക്സ്പെൻസസ് which is occurred at the time of any illness or accidents. ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ ആയിക്കോട്ടെ, അതിനൊക്കെ എന്താ പറയാ, അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിന്റെ എല്ലാം മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്നത്, ഹോസ്പിറ്റലൈസേഷൻ കവറിൽ നടക്കുന്നത്. അതിന്റെ റിക്വയർഡ് ബിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ ബില്ലിന്റെ ബേസിസിലായിരിക്കും അവർക്ക് അതിന്റെ ഇൻഡെമിനിഫിക്കേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, there are some exclusions and limitations for each and every scheme. ഓരോ ഇൻഷുറൻസ് സ്കീമുകൾക്കും അതിൻ്റെതായ എക്സ്ക്ലൂഷൻസ്, ഒഴിവാക്കലുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ്, പോരായ്മകളും ഒക്കെ ഉണ്ട്. എല്ലാത്തിലും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഡിഫർ ചെയ്തിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയണം നമ്മൾ. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ പറഞ്ഞു, അത് നമ്മുടെ തൊട്ടു മുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉൾപ്പെടെ, അത് കൂടാതെ there may occur some non-medical expenses. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മരുന്ന് വാങ്ങിക്കുക, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ICU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻസിന് വിധേയമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി ചെലവുകൾ ആ ട്രീറ്റ്മെന്റിനോട് ഡയറക്ട്ലി ബന്ധമുള്ള എക്സ്പെൻസുകളാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ആൾക്ക് സഫർ ചെയ്യേണ്ടി വരുന്ന ഫിനാൻഷ്യൽ ലോസ് എന്ന് പറയുന്നത്, അത് കൂടാതെ ചില അഡീഷണൽ എക്സ്പെൻസസ്, അത് എന്ന് പറയുന്നത് നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. അതായത് മെഡിക്കൽ നേച്ചറിലല്ലാത്ത, ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്ട്ലി ബന്ധമല്ലാത്ത ചില എക്സ്പെൻസുകളും ആ പേഷ്യന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പേഷ്യന്റിനോ ഫാമിലിക്കോ ഒക്കെ സഫർ വേണ്ടി വരുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നു അല്ലെ, അതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകള്. പിന്നെ എന്താ പറയാ, ഒരു ഫാമിലിയിൽ ആൾക്ക് എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടി വരുന്ന ചെലവ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ്, അതായത് ഡയറ്റ് പ്രകാരമുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പെൻസ് വരുന്നുണ്ട്. അതൊക്കെ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആണ് എങ്കിലും ദിസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഈ പോളിസിയിൽ അല്ലെങ്കിൽ ഇത്തരം കവറേജ് നൽകുന്ന
ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ ഇതുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അതാണ് അതിന്റെ പ്രത്യേകത. ക്രിട്ടിക്കൽ ഇൽനസ് കവർ നമ്മൾ പറഞ്ഞു. ക്രിട്ടിക്കൽ ഇൽനസുകളായിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. ദാറ്റ് മീൻസ് വിച്ച് റിക്വയേഴ്സ് പ്രൊലോങ്ഡ് റിക്കവറി, അല്ലെ? കുറച്ച് ദീർഘകാല സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്നുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ കാലം നമ്മൾ രോഗിയായിട്ടൊക്കെ കഴിയേണ്ടി വരുന്ന ചില രോഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻസർ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, ചില അവയവമൊക്കെ മാറ്റുകയും ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് ജോലിക്കൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ആൾക്ക് അത്രയും നാളുകളൊക്കെ എന്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളായാലും അത്രയും നാളുകൾ ലീവ് ഒക്കെ എടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസ് ടു ദ ഫാമിലി, ആ ഒരു കുടുംബത്തിന് ആ എന്താ പറയുക സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ വരുമാന നഷ്ടമൊക്കെ നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സീരിയസ് ആയിട്ടുള്ള ഇൽനസുകൾക്ക് കൊടുക്കുന്ന കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ വരിക എന്ന് നമ്മൾ പറഞ്ഞു. പേഴ്സണൽ ആക്സിഡന്റ് കവർ നമ്മൾ പറഞ്ഞത് ആക്സിഡന്റുകൾക്ക് മാത്രം കിട്ടുന്ന കവറേജുകളാണ്. ആൻഡ് ഈ പറയുന്ന കവറേജ് ആക്സിഡന്റ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഒരു ലംസം എമൗണ്ട് ആയിട്ട്, ഒറ്റ എമൗണ്ട് ആയിട്ട് ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ദ അസസ്മെന്റ് ഓഫ് ദ ഡിഗ്രി ഓഫ് ഡിസേബിൾമെന്റ് ആൻഡ് ഓർ ഡെത്ത്, ആ പറയുന്ന ആക്സിഡന്റ് കൊണ്ട് വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡിസേബിൾമെന്റ് എന്ന് വെച്ചാൽ അംഗവൈകല്യങ്ങള് അല്ലെങ്കിൽ മരണം, ഇതിന്റെയൊക്കെ ആ ഒരു ഡിഗ്രി ഓഫ് ഇതൊക്കെ നോക്കിയിട്ടാണ് എത്രത്തോളം ഡിസേബിൾഡ് ആണ് അതിന്റെയൊക്കെ വാല്യൂ ഒക്കെ കണക്കിലെടുത്തിട്ടായിരിക്കും ഇതിന്റെ കവറേജ് കൊടുക്കുക. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറഞ്ഞു. ടോപ്പ് അപ്പ് കവർ നമ്മൾ പറഞ്ഞതാണ്. എന്തായിരുന്നു പറഞ്ഞത്? അത് നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിനൊപ്പം വി ക്യാൻ ആഡ് ഓൺ, അല്ലെ? ഒന്ന് കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്ന പോളിസിയാണ് ഈ ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അങ്ങനത്തെ കവറേജ് കിട്ടുന്ന പോളിസീസ് ഉണ്ട്. അതായത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു വർഷം നമുക്ക് എന്തെങ്കിലും ഡിസീസ് വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നു, നമ്മൾ കുറെ ദിവസമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ പെട്ടിരിക്കുന്ന സം അഷ്വേർഡ് ഉണ്ട്, അല്ലെ? എത്ര രൂപയെന്ന് ഉണ്ടാവും, 50,000-ന്റെ ആവാം, 1 ലക്ഷത്തിന്റെ ആവാം. ആ സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ വാല്യൂ നമ്മളിപ്പോ ആ സമയത്ത് കിടന്നപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ച് തീർന്നു, എക്സോസ്റ്റഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇനി ആ ഇയറിൽ അത് കിട്ടില്ല, ഇനി നെക്സ്റ്റ് ഇയർ വരണം. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് രോഗങ്ങളും അതുപോലെ ഇത്തരം ആക്സിഡൻസും ഒക്കെ വരുന്നത് ആരും നേരത്തെ കൂട്ടി പറഞ്ഞിട്ടില്ല. ഈ വർഷം ഇനിയിപ്പോ രോഗമൊക്കെ വന്നു കഴിഞ്ഞു, ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറെ കാശൊക്കെ ചെലവായിട്ടുണ്ട്, ഇനി വരില്ല എന്നാണോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയും വരാം. അപ്പൊ നമ്മളുടെ അത് എക്സോസ്റ്റഡ് ആയിപ്പോയി, ആ പോളിസി പക്ഷെ എക്സോസ്റ്റഡ് ആയിപ്പോയി, ബിക്കോസ് വി ഹാവ് ഓൾറെഡി യൂസ്ഡ് ഇറ്റ്. ആ ഒരു പോളിസിയുടെ എമൗണ്ട് ബെനിഫിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തി. എന്നാൽ അത് തീർന്നു കഴിഞ്ഞപ്പോ എന്നാൽ ഇനിയും സമയം ബാക്കിയുണ്ട്, ഇനി നെക്സ്റ്റ് എന്തെങ്കിലും വന്നാൽ നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമുക്ക് നിലവിലുള്ള പോളിസിയുടെ ഒപ്പം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ്മെന്റ് നൽകുന്ന ഒരു കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് പോളിസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ടോപ്പ് അപ്പ് ചെയ്യാം. അതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞു തന്നു. ടോപ്പ് അപ്പ് ചെയ്യാം, നമ്മളുടെ മൊബൈലുകളൊക്കെ പണ്ട് ടോപ്പ് അപ്പാ ചെയ്തേ. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുന്നു, ആ പ്ലാനിന്റെ അന്നൊക്കെ അങ്ങനെയല്ലേ, കോളിംഗ് ചാർജ് കോൾ ചെയ്യുന്നതനുസരിച്ച് ഇത്ര രൂപ കുറഞ്ഞു, ഇനി ബാക്കി ബാലൻസ് ഇത്രയുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് കടക്കുമായിരുന്നു മൊബൈൽ ഫോണുകളിൽ. ഇന്ന് അങ്ങനെയല്ല, അൺലിമിറ്റഡ് കോൾസ് നമുക്ക് ഉപയോഗിക്കാം എടുക്കുന്ന പ്ലാനിൽ, അല്ലെ? മൊബൈൽ ഡാറ്റാസും അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാവുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ടോപ്പ് അപ്പ് അല്ലേ, നമ്മൾ ഓരോ എന്താ പറയാ, നമ്മൾ പുതിയ കൂടുതലും തീർന്നു പോകുമ്പോ അടുത്തടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുകയാണ് ചെയ്യുക, അല്ലെ? അപ്പൊ ഇവിടെ ഈ അതുപോലെ തന്നെ ഈ പോളിസിയിൽ നിലവിലുള്ള പോളിസിന്റെ ഒപ്പം അത് എക്സോസ്റ്റഡ് ആയി എന്ന് മനസ്സിലാകുമ്പോൾ ആ ഇയറിൽ വീണ്ടും നമുക്ക് എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച എക്സ്പെക്ടേഷൻ ആണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്കത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ടോപ്പ് അപ്പ് കവറിലൂടെ നമുക്ക് കിട്ടുന്നത്. അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മള് അപ്പൊ ഈ രീതിയിൽ 5 രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളാണ് ഉള്ളത് എന്ന് ഓർക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സെന്റൻസുകൾ, ആദ്യത്തെ സെന്റൻസ് മാർക്ക് ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എന്ന് തോന്നുന്നു. ഇപ്പൊ ചെയ്തിരുന്നു എല്ലാവരും. അടുത്തതിലേക്ക് പോവുകയാണെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പൊ നമ്മള് എല്ലാവരും വന്നോ? കുറച്ച് പേരൊക്കെ വരാത്തത് ഉണ്ടാവും, അതുകൊണ്ട് അവർ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഴയതൊന്ന് കുറച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, SHI എന്നൊന്ന് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഷോർട്ട് ഫോം എന്ന് എഴുതിയേക്കാം, SHI ഉണ്ട്. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ഇനി ഓരോ പുതിയ പോളിസി അല്ലെങ്കിൽ സ്കീമുകൾ, അതായത് ഗവൺമെന്റ് കുറെ നടപ്പിലാക്കിയിരിക്കുന്ന കുറെ സ്കീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ പെടുന്ന ചിലതുകളൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത കാര്യങ്ങളിൽ. അപ്പൊ അതിൽ ഒന്നാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഇതിനകത്ത് എന്താണ് പ്രത്യേകത?
ഇത് നോക്കുക. ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമില് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടേണ്ട ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ കിട്ടണമെങ്കിൽ ഫോളോയിങ് 3 കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ എന്താ പറയാ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന അടിസ്ഥാനത്തിലാണ്, ഈ പറയുന്ന താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് SHI അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നത്. സോ വിച്ച് ആർ ദ കണ്ടീഷൻസ്? എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, ഈ ഒരു പ്രോഗ്രാമിലെ ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് വെരി നെസസറി, മാൻഡാറ്ററി. എന്താണ് മാൻഡാറ്ററി എന്ന് പറയുന്നത്? അത് ഈ പറയുന്ന നിയമപ്രകാരമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് പ്രകാരമോ അതിനകത്ത് ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും, ചില കാര്യങ്ങൾ നിയമപ്രകാരം. ഒരു ജോലിയിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില എന്താ പറയാ ജോലികളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ ഒത്തിരി റിസ്ക് ഫാക്ടർ കൂടുതലുള്ള ജോലികൾ ഉണ്ടായിരിക്കാം, ഒത്തിരി റിസ്കി ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ചില ആക്സിഡന്റുകൾ അതിന്റെ മുന്നിലുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധയൊക്കെ കുറവുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ജോലിയുടെ ഭാഗമായിട്ട് അതിന്റെ ഒരു നിയമമാണ് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് സ്കീം എടുക്കണം എന്നുള്ളത്, ഏത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം അതാ എംപ്ലോയ്മെന്റിന്റെ ഒരു നിയമം പോലെ. കാരണം അപ്പൊ നെസസറി ആണ് ആ ഒരു ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് പ്രകാരമോ ഓർ ഐദർ ബൈ ലോ പ്രകാരമോ യു ഹാവ് ടു ബി എ പാർട്ടിസിപ്പന്റ് ഇൻ ദാറ്റ് പ്രോഗ്രാം. ആ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിലെ അംഗമായിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഷുഡ് ബി എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ദാറ്റ് മീൻസ് എ ഗ്രൂപ്പ്, അതായത് ഒരു ചെറിയ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ, എംപ്ലോയീസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ആയിരിക്കുള്ളൂ ഈ പറയുന്നതിന്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റുകൾ നമുക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാം. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസ്കി ഫാക്ടേഴ്സ് കൂടുതൽ ഉള്ള ചില എംപ്ലോയ്മെന്റില് എംപ്ലോയർ തന്നെ മുന്നിട്ട് എടുക്കും. എന്തെന്നറിയാമോ? ഇപ്പൊ എന്തെങ്കിലും ചിലപ്പോ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് എപ്പോഴും കൈകാര്യം ചെയ്യേണ്ടവരാകാം, ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ഗ്യാസസ്, അതായത് വിഷാംശമൊക്കെ നിറഞ്ഞ ചില ഗ്യാസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴേ അത് ചെയ്യുന്ന ആൾക്കാർ, ആ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ ശ്വസിച്ചോ അല്ലെങ്കിൽ അതിങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. പിന്നെ ഇലക്ട്രിസിറ്റിയിലൊക്കെ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ, ചില എന്താ പറയാ ഭയങ്കര ആക്സിഡന്റുകളുടെ ആ ഒരു റിസ്ക് കൂടുതലുള്ള ചില മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ചില ഇൻസിഡന്റുകൾ അവരുടെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് എംപ്ലോയർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആ ഗ്രൂപ്പ്, ആ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ ഒരു പോളിസി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും എംപ്ലോയീസ്, 5 പേരോ 6 പേരോ ഒക്കെ എടുക്കുന്ന ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എടുക്കും. ദാറ്റ് മീൻസ് ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആർക്കെങ്കിലും ആ ജോലി സമയത്ത് അത്തരം ആ കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി. കാരണം എംപ്ലോയർ ആൾക്കാരുടെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പോളിസി അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അത് എംപ്ലോയർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുക. കാരണം അവർക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്ന്. അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ഹ്യൂജ് എമൗണ്ട് ഒക്കെ അതിന് വേണ്ടി ചെലവാക്കിയ രോഗിക്ക് വേണ്ടി. കാരണം അത് എംപ്ലോയർ ചെയ്യണം. ആ ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് ആൾക്കാർ സംഭവിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയർ ആണ് അതിന്റെ ചെലവുകൾ വഹിക്കേണ്ടത്, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമുക്കറിയാലോ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഒരു ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അപകടങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, രോഗങ്ങളുടെ അവസ്ഥകളായിട്ട് വരുന്നതോ അല്ലെങ്കിൽ അപകട സാധ്യതകൾ കൂടുതലുള്ളതോ ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സാധാരണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എംപ്ലോയർ ഒന്നും ഈ ഇൻഷുറൻസ് സ്കീമിൽ പങ്കാളിയാകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ കാശ് മുടക്കി ചേർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചാൻസസ്. റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലികളിലാണ് അങ്ങനെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരിൽ ഒരു ഇതെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന്റെ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നത് ആരായിരിക്കും? എംപ്ലോയർ ആണ്. കാരണം അവർ വർക്കേഴ്സ് ആണ്, ജോലിക്കാരാണ്. അവർക്ക് അവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വലിയ കാര്യമില്ല. കാരണം ഇവിടെ ജോലി സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും അസുഖങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം എംപ്ലോയർക്ക് വരും.
അതുകൊണ്ട് തന്നെ എംപ്ലോയർ ആണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടീഷൻസ് ആണ് ഇതിന്റെ. അപ്പൊ ഈ ഒരു സ്കീമില് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ എംപ്ലോയ്മെന്റിന്റെ കണ്ടീഷൻസ് പ്രകാരമോ നിയമപ്രകാരമോ ഇതിൽ അംഗത്വം ഉണ്ടായിരിക്കണം. അംഗങ്ങളല്ലാത്ത ആൾക്കാർക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അടച്ചിട്ടില്ല എന്നിട്ട് SHI പ്രകാരം ഇൻഷുറൻസ് ഒന്നും കിട്ടണമെന്ന് പറഞ്ഞാൽ, ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് എംപ്ലോയി ഈസിന്റെ ഒരു ഗ്രൂപ്പ്, അത് ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കുള്ള മെമ്പേഴ്സ് അതിനകത്ത് എന്താ പറയുക ഈ പ്രോഗ്രാമില് മെമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കും. അതിനുവേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയർ ആയിരിക്കും എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. ഈ 3 കണ്ടീഷൻസും അണ്ടർലൈൻ ചെയ്തിരിക്കണം കേട്ടോ. SHI പ്രകാരം അവർക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻസ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് 3 ക്ലിയർ ആയല്ലോ? കുട്ടികൾ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. സോ നെക്സ്റ്റ് വൺ, അടുത്തത് ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ HSI അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കീം വിച്ച് ഈസ് ഓഫേർഡ് ബൈ ദ ഗവൺമെന്റ് അറ്റ് ലോ കോസ്റ്റ്. വളരെ ചെറിയ ചെലവിലാണ് ഈ ഒരു സ്കീം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താലേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഇപ്പൊ ചില ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. മാസത്തില് എന്താ പറയാ, വർഷത്തിൽ 30 രൂപ മാത്രം അടച്ച് അല്ലെങ്കിൽ വർഷത്തിൽ 100 രൂപ മാത്രം അടച്ച് ഇപ്പൊ കുടുംബശ്രീ വഴിയൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനത്തെ പോളിസീസ് ഒക്കെ, പോളിസി മീൻസ് ഇത്തരം സ്കീമുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകളെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. ബിക്കോസ് വലിയ വലിയ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ കാശുള്ളവർക്കൊക്കെ എടുത്താൽ ഒത്തിരി വലിയ എമൗണ്ടിന്റെ ഒക്കെ എടുത്ത് അതിന്റെ ബെനിഫിറ്റുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണക്കാരോ അതിന്റെ ബിലോ ഉള്ള ആളുകളെ കൊണ്ട് ഇതൊന്നും സഫർ ചെയ്യാൻ പറ്റുന്നതല്ല. അവർക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹ്യൂജ് എമൗണ്ടുകളൊക്കെയാണ്. ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഷുറൻസ് ആളുകളാണോ അല്ലേ എന്നൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റൽസ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്, മെഡിസിൻസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, മറ്റേത് സർവീസ് ആയിക്കോട്ടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ വ്യത്യാസമില്ല. അപ്പൊ അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഹെൽപ്പ് എന്താ പറയാ, കഴിവില്ലാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇത്തരം ഇൻഷുറൻസ് കൊണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ലോ കോസ്റ്റില് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. ഗവൺമെന്റ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ് BPL ഫാമിലീസ് ഓൾസോ ക്യാൻ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് പോളിസി. ഈ പോളിസിയുടെ ബെനിഫിറ്റ് നേട്ടം ഉണ്ടാക്കാനായിട്ട് BPL ഫാമിലീസിനും സാധിക്കും. അപ്പോൾ നമ്മൾ എംപ്ലോയീസിന് മാത്രമല്ല BPL ഫാമിലീസിന് കൂടി ഈ ഒരു പോളിസിയുടെ ബെനിഫിറ്റ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. BPL ഫാമിലീസ്, ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിന്. ഓക്കെ, ഇത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇനി മറ്റൊരു കാര്യം, ഈ പോളിസി ഗ്യാരണ്ടി ചെയ്യുന്നത് ഫോർ ദ പുവർ പീപ്പിൾ. തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടി, വളരെ നിർധനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പോളിസി കൂടിയാണ് SHI എന്ന് പറയുന്നത്. പിന്നെ ഈ പോളിസി എടുക്കുന്നത് കൊണ്ട് വി ക്യാൻ ഗെറ്റ് ദ ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഈ പറയുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ എന്താ പറയാ, ഈ ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നതാണ്, വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കണുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുന്ന വല്ല രോഗങ്ങളോ അല്ലെങ്കിൽ നല്ല എന്താ പറയാ ടെക്നോളജി ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമോ എന്നുള്ളതിൽ സംശയം ഉണ്ടെന്ന്. സംശയമൊന്നും വേണ്ട. തീർച്ചയായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ബോത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. SHI പ്രകാരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് കിട്ടുമില്ല എന്ന് വിചാരിക്കേണ്ട, അവിടെയും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് ലോ കോസ്റ്റിൽ ഓഫർ ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. BPL ഫാമിലീസിനെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പുവർ ഫാമിലീസിനും കൂടി ട്രീറ്റ്മെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമെന്നുള്ള ഗ്യാരണ്ടിയും ഈ ഒരു പോളിസി കൊണ്ടുണ്ട്. 4 കാര്യങ്ങളാണ് ഇതിന്റെ ബെനിഫിറ്റുകളായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? 4 ബെനിഫിറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ. അപ്പൊ അണ്ടർലൈൻ ചെയ്യുമ്പോഴില്ലേ ഈ എന്താ പറയുക, മുഴുവൻ അങ്ങനെ നീട്ടി പിടിച്ച് പഠിക്കൊന്നും വേണ്ട. ഹെൽത്ത് ഇൻഷുറൻസ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകൾ നോക്കിയാൽ ഗവൺമെന്റ് ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. ഗവൺമെന്റ് കൂടി ചേർക്കണം, കാരണം ഗവൺമെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്.
ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ചെലവിലാണ് social health insurance. BPL families can also get this benefit. Policy guarantees benefit for poor people. In a policy consists of the treatment for treatment in private and government hospitals. Low cost, BPL family, poor people, private hospital and government hospital. Specific word underline. Okay. In the അപ്പൊ നമ്മള് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതൊരു തരം ഗവൺമെന്റിന്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് എന്താ പറയാ ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഒരുപാട് പോളിസീസ് സ്കീമുകളുണ്ട്. അതിൽപ്പെട്ട അടുത്തൊരെണ്ണാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI എന്ന് നമ്മൾ പറയും അല്ലെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ESI ഉണ്ട്, ESI ആണതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിലേക്കാ പോണേ, അവിടെ അത് കിട്ടുള്ളൂ, അവൈലബിൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ESI എന്ന് കേട്ടിട്ടുണ്ടോ? ESI എന്ന് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇനി ഇല്ലല്ലോ, എല്ലാവരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ESI എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. എന്താണ് ഇനി അത് എന്തൊക്കെയാന്ന് നോക്കാം. അതിന്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് കേട്ടോ. ഈ പറയുന്ന ഒരു സ്കീം അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1948. 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഒരു എസ് കൂടി ചേർക്കുമ്പോൾ സ്കീമും കൂടി വരും കേട്ടോ. അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നേ ഉള്ളൂ, അതിന്റെ കൂടെ രസം കൂടി ചേർക്കുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് വരും. ഇത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് പ്രൊവൈഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് ഓൾസോ മെഡിക്കൽ ബെനിഫിറ്റ്. ക്യാഷ് ബെനിഫിറ്റും മെഡിക്കൽ ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ESI എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ആയിട്ടുള്ള ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ മെഡിക്കൽ എക്സ്പെൻസസുകളൊക്കെ മീറ്റ് ചെയ്യുന്ന അത്തരം ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് നേട്ടമാണ് ഇതുകൊണ്ടുള്ളത്, ESI കൊണ്ടുള്ളത്. ക്ലിയർ ആയോ? ESI എന്ന് പറയുന്ന സ്കീമില് both the cash benefit and also medical benefits are available or provided. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനെ അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. Employee State Insurance Corporation controls ESI. ESI-നെ കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്താ പറയാ കൺട്രോൾ ചെയ്ത് അതിനെ നിയന്ത്രിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതൊക്കെ ഈ പറയുന്ന കോർപ്പറേഷൻ ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്, ഒരു അർദ്ധ സർക്കാർ ഒരു ബോഡിയാണ്. അതിനകത്ത് ഒരു ചെയർമാനും ഒരു ചീഫ് എക്സിക്യൂട്ടീവും ഉണ്ട്. ആരൊക്കെയാണ് അതിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്നതെന്ന് നോക്കിയാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ഇതിന്റെ ചെയർമാനാണ്. ഈ സെമി ഗവൺമെന്റ് ബോഡിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്ററി ഓഫ് ലേബറും ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമാണ്. ഓക്കെ. അപ്പൊ ഈ രണ്ടാൾക്കാരും ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ചെയർമാനും ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനറലും യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇതിന്റെ ചെയർമാനും ആയിരിക്കും. ഈ പറയുന്ന കോർപ്പറേഷന്റെ ഇതിന്റെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സെമി ഗവൺമെന്റ് ബോഡിയുടെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും ആരൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? 1948 നിലവിൽ വന്നു. ESI provides cash benefit and also medical benefit. ഇതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ESI-നെ കൺട്രോൾ ചെയ്യുന്നത്. അതൊരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. ഈ സെമി ഗവൺമെന്റ് ബോഡി അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും ആരാണെന്നാണ് പറയുന്നത്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ചെയർമാൻ ആണ് ആൻഡ് ഡയറക്ടർ ജനറൽ ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഓക്കെ. ഇനി ഇത് പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സ്കീം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമുക്കിനി പറയാൻ പോവാണേ. എന്തൊക്കെയാന്ന് നോക്കിയേ. ടു മേക്ക് യൂസ് ഓഫ് ദിസ്, ഇതൊക്കെ അങ്ങനെ തന്നെ പറയണം. അതൊക്കെ സെന്റൻസ് അങ്ങനെ തന്നെ വായിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്, ബെറ്റർ. അതുകൊണ്ട് നന്നായിട്ട് നോക്കി വായിച്ചോട്ടെ. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെന്റൻസ് തന്നെ വായിച്ചു പഠിക്കുക.
അപ്പൊ നോക്കിയേ, ഈ പറയുന്ന ESI പ്രകാരം സിക്നെസ് ബെനിഫിറ്റിന്റെ ആ ഒരു ഇത് അവൈലബിലിറ്റി, ആ ഒരു നേട്ടം നമുക്ക് ലഭ്യമാകണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും അസുഖം വന്നപ്പോ തന്നെ അങ്ങോട്ട് ESI പ്രകാരം പൈസ കിട്ടുന്നതാണോ, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് ഫീറ്റ് ചെയ്യുന്നതാണോ? അല്ല, സം കണ്ടീഷൻസ്, അവിടെയും നിബന്ധനകളുണ്ട്. നിബന്ധനകൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എംപ്ലോയി ഷുഡ് ഹാവ് വർക്ക്ഡ് ഫോർ 78 days ബിഫോർ ദ സിക്നെസ്. ആ രോഗത്തിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള ദിവസങ്ങളുടെ കണക്കുകൾ എടുക്കുമ്പോൾ ഒരു 78 ദിവസം തൊട്ട് മുന്നില് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം ആ എംപ്ലോയി. മനസ്സിലായോ? അതായത് ഇത് ഏറ്റവും കൂടുതൽ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാം. അത് ആദ്യം തന്നെ പറയാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് ഇത് കൂടുതലും ഈ ഫാക്ടറി വർക്കേഴ്സിനെ എന്താ പറയാ, അവർക്ക് വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആരാണ്? ഫാക്ടറി വർക്കേഴ്സ് ആണ്. കാരണം ഈ ഫാക്ടറി വർക്കേഴ്സ് ദേ ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. തീർച്ചയായിട്ടും ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഫാക്ടറി വർക്കേഴ്സ്. ഉൽപാദകരുടെ ആ ഒരു കൂട്ടത്തിനകത്തെ, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് ബന്ധം എന്ന് വെച്ചാൽ പല മെഷീനറീസ് ഉപയോഗിച്ചിട്ടൊക്കെ ആണ് ഇവർ ജോലി ചെയ്യുന്നത്. കൂടുതലും അങ്ങനെയുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അവരുടെ എന്താ പറയാ രോഗങ്ങൾ അവരെ കടന്നുകൂടാറുണ്ട്. കാരണം അധ്വാനം കൂടുതലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതൽ ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഫാക്ടറി ജോലിക്കാർ. അല്ലേന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, വയ്യായികളൊക്കെ വരും. അങ്ങനെ വരുമ്പോ ആ വയ്യായികളുടെ കൂട്ടത്തില് അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സിക്നെസ് ബെനിഫിറ്റിന് ഇവർക്ക് അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ ആ സിക്നെസ്സിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളൊന്നും എണ്ണി നോക്കും. അതുവരെയുള്ള 78 ദിവസമെങ്കിലും ആള് ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ആ ആൾക്ക് ആ ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത പറയും സിക്നെസ് ബെനിഫിറ്റിന്റെ കാര്യമാണ് അന്നേരം പറഞ്ഞത്. ഇനി പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആർക്കാണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന് ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആക്കണമെങ്കിൽ they should have worked before 70 days, അതായത് 70 ദിവസം മുമ്പ് വരെ ആ ഒരു ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റില് ആ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. 70 ദിവസം. സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് എല്ലാവർക്കും കൂടിയിട്ടാണ്. മെറ്റേണിറ്റി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പെടും അതിനകത്ത്. സിക്നെസ് ബെനിഫിറ്റ് അവൈലബിൾ ആകണമെങ്കിൽ 78 ദിവസം വരെ സിക്നെസ് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈലബിൾ ആകണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നുള്ള 70 ദിവസമൊക്കെ ആള് ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുവരെയെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നുള്ളൂ. ഏതിന്റെ ESIയുടെ കാര്യമായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ജോലി എന്താ പറയുക, ഈ പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഇത്തരം ഒരു സ്കീം ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫാക്ടറി എംപ്ലോയീസിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇൻ ഇന്ത്യ ഫാക്ടറിയിൽ ഒരുപാട് ഡിഫറെന്റ് ഫാക്ടറീസിൽ ജോലി ചെയ്യുന്ന ഒത്തിരി വർക്കേഴ്സ് ഉണ്ട്. ഈ സ്കീം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അവർക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദേ ഹാവ് ടു ഫേസ് മെനി ആക്സിഡന്റ്സ് ഓർ ഒക്യുപേഷണൽ ഹസാർഡ്സ്, തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില അത്യാഘാതങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക അത്യാഹിതങ്ങളോ അങ്ങനെയും ഉണ്ടാകാം, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫാക്ടറി വർക്കേഴ്സ് ഓവറോൾ ഇന്ത്യയിൽ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പോളിസി തന്നെ അല്ലെങ്കിൽ സ്കീം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് വർക്കേഴ്സിന് എങ്ങനെയുള്ള വർക്കേഴ്സിനാണ് ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നതെന്ന് കൂടി എടുത്ത് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു മാസത്തില്, അതായത് 1 മന്തില് 21,000 റുപ്പീസിനേക്കാൾ കൂടുതൽ കിട്ടാത്ത എല്ലാവർക്കും ഈ പറയുന്ന സ്കീമിലെ പങ്കാളിയാകാം. ഈ സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആ ആൾക്ക് ഒരു മാസത്തിൽ 21,000-ൽ കൂടുതൽ വേജസ് കിട്ടാൻ പാടില്ല. 21,000 വരെ, 21,000-ഓ അതിൽ താഴെയോ വേജസിന് കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ പങ്കാളിയാകാൻ പറ്റുള്ളൂ ESI പ്രകാരം. ഓക്കെ, അത് മറ്റൊരു കണ്ടീഷനാണ്. എല്ലാ പോളിസി സ്കീംസിനൊക്കെ അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഈ പറയുന്ന സ്കീമിലേക്ക് നമ്മൾ ഇതിനൊക്കെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും എന്ന് പറയുന്നത്, ഈ ബെനിഫിറ്റ് ഒക്കെ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ കമ്പനിയിലേക്ക് അടച്ചിരിക്കണം. ഇൻഷുറൻസ് കമ്പനികളാണ് ഈ കൊടുക്കുന്നത്. ആ സ്കീമിൽ നിന്നുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ we should have to കോൺട്രിബ്യൂട്ട് അതിനകത്തേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. ESIയില് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ആരായിരിക്കും എന്ന് പറയാമോ? ആരായിരിക്കും? എംപ്ലോയറും നടത്തണം, എംപ്ലോയിയും നടത്തണം. തൊട്ട് മുകളിൽ നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞപ്പോ എംപ്ലോയർ ആണ്. ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, 3ാമത്തെ കണ്ടീഷനില്
എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അങ്ങനെ എംപ്ലോയർ നടത്തുന്ന കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. എംപ്ലോയി ഒരു കാശ് പോലും അടയ്ക്കേണ്ട SHI പ്രകാരം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രകാരം. പക്ഷേ ESIയില് എംപ്ലോയർ ഹാസ് ടു കോൺട്രിബ്യൂട്ട് എ certain portion അല്ലെങ്കിൽ certain percentage. അതായത് ആ എംപ്ലോയിക്ക് കിട്ടേണ്ട ആ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എംപ്ലോയർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് ഏത് ഫാക്ടറി നടത്തുന്ന അവിടുത്തെ എംപ്ലോയർ ആരാണോ അത് ആള് കോൺട്രിബ്യൂട്ട് ചെയ്യണം. കൂടാതെ എംപ്ലോയിയുടെയും ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 3.25% ഓഫ് ദ വേജ് ബിൽ. അതായത് ഈ എംപ്ലോയിക്ക് കിട്ടുന്ന കൂലിയുടെ 3.25% ഭാഗം എംപ്ലോയർ അടയ്ക്കണം. എംപ്ലോയി തന്റെ വേജ് ബില്ലിന്റെ 0.75%, 0.75% എംപ്ലോയി അടയ്ക്കേണ്ടത്. ഇത് രണ്ടുപേരുടെയും ഈ ഒരു കോൺട്രിബ്യൂഷൻ മൊത്തത്തില് 4% ആണ്. മൊത്തം ആ 4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം പ്രകാരം അല്ലെങ്കിൽ ഒരു സ്കീം പ്രകാരം ESI പ്രകാരം എന്ത് ചെയ്യുന്നു, എംപ്ലോയിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു. എംപ്ലോയർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എംപ്ലോയിക്ക് കിട്ടാൻ വേണ്ടി എംപ്ലോയിയുടെ കുഞ്ഞ് ഒരു പെർസെന്റേജ് ഓഫ് കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ ഒരു മെജോറിറ്റി പെർസെന്റേജ് ഓഫ് ഒരു കോൺട്രിബ്യൂഷനും കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു ബെനിഫിറ്റിന് എന്താണ് അർഹനാകുന്നത്. ഓക്കെ. ആൻഡ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. എംപ്ലോയി ദോസ് ഹു ആർ ഏർണിംഗ് ഓൺലി ലെസ് ദാൻ 176 176 രൂപയിൽ കുറവ് മാത്രം ഡെയിലി വേജസ് ഏൺ ചെയ്യുന്ന ഒരു വർക്കർക്ക് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട. അത് മുഴുവൻ അതിന് കൊടുക്കേണ്ടി വരും, എംപ്ലോയർ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ. അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത് എംപ്ലോയി കൊടുക്കേണ്ട 0.75% ആള് കൊടുക്കണ്ട. ബിക്കോസ് ആളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ 176 രൂപ മാത്രമാണ്. അല്ലെങ്കിൽ അതിൽ കുറവാണ് എങ്കിൽ കൊടുക്കണ്ട. എംപ്ലോയർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന എംപ്ലോയിക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ കോൺട്രിബ്യൂഷൻ അടച്ചത് എംപ്ലോയർ ആയിരിക്കുമെങ്കിലും ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, മനസ്സിലായോ? ESIയുടെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ESI എന്ന് നിലവിൽ വന്നു. ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഏത് സെമി ഗവൺമെന്റ് ബോഡി, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും ആരാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സിക്നസ് ബെനിഫിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ, മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ, പിന്നെ എംപ്ലോയറും എംപ്ലോയിയും അവരവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. എംപ്ലോയർ വേജ് ബില്ലിന്റെ 3.25%, എംപ്ലോയി എന്താ പറയാ 0.75% ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇനി 21,000 രൂപയില് കുറവ് ആണ് മാസ വരുമാനം അല്ലെങ്കിൽ മാസത്തിലെ വേജസ് കിട്ടുന്ന ഒരു വർക്കർ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് പങ്കെടുക്കാം എന്നാണ് പറഞ്ഞത്. 21,000 രൂപയിൽ കൂടുതൽ മാസത്തില് ശമ്പളം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ പറ്റില്ല, അവർക്ക് ESIയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്ലിയർ ആണോ? ഇത്രയും ഭാഗ്യം ആ പോയിന്റുകളൊക്കെ മനസ്സിലായോ? 1 2 3 4 5 പോയിന്റ് മനസ്സിലായോ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്തതിലേക്ക് പോക്കോട്ടെ. ഓക്കെ, യെസ്. അപ്പൊ അടുത്തത് ബെനഫിറ്റുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുന്നിൽ കുറച്ച് ബെനഫിറ്റുകൾ, മെറ്റേണിറ്റി ബെനഫിറ്റ്, സിക്നസ് ബെനഫിറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി ആ ബെനഫിറ്റുകളെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ എത്ര എന്താ പറയാ 78 ദിവസം വരെ വർക്ക് ചെയ്തിരിക്കണം, 70 ദിവസം വരെ വർക്ക് ചെയ്യണം, എന്നാലും മാത്രമേ ഈ സിക്നസ് ബെനിഫിറ്റും മെറ്റേണിറ്റി ബെനിഫിറ്റും കിട്ടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ബെനിഫിറ്റ് ഏത് രൂപത്തിലാണ് കിട്ടണമെന്നാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണേ. സിക്നസ് ബെനിഫിറ്റ് എന്താന്ന് നോക്കാം. എംപ്ലോയി ദോസ് ഹു ആർ ഏർണിംഗ്, ഒരു എംപ്ലോയിക്ക് ആൾക്കുടെ എന്താ പറയാ സിക്നസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രോഗമൊക്കെ വന്നിട്ട് ചിലപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ആൾക്ക് എങ്ങനെയുള്ള ബെനിഫിറ്റാ കിട്ടുന്നത്? 70% ഓഫ് ദ ഡെയിലി വേജ്. ഒരു ദിവസത്തെ ശരാശരി കൂലി എത്രയാണോ അതിന്റെ 70% കാശും അയാൾക്ക് കിട്ടുന്നു. എത്ര ദിവസം കിട്ടുമെന്നാണ്? ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല, 91 ഡേയ്സ് ആണ് ഏത് ഒരു ഇയറിൽ. ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അസുഖമൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ ജോലിയൊന്നും ചെയ്യാനായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ജോലിക്ക് ഒഴിവൊക്കെ എടുത്തു, ഇൻഷുറൻസ് മെഡിക്കൽ എക്സ്പെൻസുകൾ അവർ മീറ്റ് ചെയ്യും. അത് കൂടാതെ എന്ത് ചെയ്യുന്നു, അവരുടെ വേജസ് എത്രയാണോ ആ വേജസിന്റെ 70% ആവറേജ് ആണ് കേട്ടോ, ഡെയിലി വേജസ് ആണ്. ഒരു ദിവസത്തെ വേജസ് ഇപ്പൊ എന്താ പറയാ 500 രൂപയാണ്, അല്ലെങ്കിൽ 1000 രൂപയാണ്, അല്ലെങ്കിൽ 600 രൂപയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വേജസിന്റെ ഇത് പറയുന്നുണ്ട്. ആ വേജസ് എത്രയാണോ അതിന്റെ 70% കിട്ടും. അപ്പൊ 100 രൂപയാണ് ഒരു ദിവസത്തെ കൂലിയെങ്കിൽ 70 രൂപ കിട്ടുന്നു എന്നുള്ളതാണ്.
അങ്ങനെ എത്ര ദിവസം കിട്ടും? 91 ദിവസം വരെ ഒരു വർഷം ആൾക്ക് കിട്ടുന്നു. അപ്പൊ 91 ദിവസം വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ആൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക് ആൾക്ക് എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് കിട്ടുന്നു. 70% കിട്ടും. ഫുൾ എമൗണ്ട് കിട്ടില്ല, വേജസിന്റെ 70% ആൾക്ക് കിട്ടുന്നു. ഏത് ബെനിഫിറ്റാ? സിക്നെസ് ബെനിഫിറ്റിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇത് തന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് ആണ്. അതെന്താ കാരണം? അത് സാധാ രോഗങ്ങളല്ല, ചില പ്രത്യേക തരം രോഗങ്ങളാണ്. പ്രത്യേക തരം രോഗം എന്ന് പറയുന്നത് ഒന്ന് ട്യൂബർക്കുലോസ് പറയുന്നുണ്ട്, ലെപ്രോസി പറയുന്നുണ്ട്, ഫ്രാക്ചേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ എന്ന് വെച്ചാൽ മാലിഗ്നസി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ മാരകമായ രോഗങ്ങൾ, ഭയങ്കരമായ രോഗങ്ങൾ, ഗൗരവമേറിയ രോഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾക്കും ഒക്കെ എന്താണെന്ന് അറിയാമോ? നേരത്തെ പറഞ്ഞ 91 ദിവസം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 വർഷം വരെ അവർക്ക് കിട്ടും. എന്ത് ബെനിഫിറ്റ് കിട്ടും? ക്യാഷ് ബെനിഫിറ്റ് കിട്ടും. എത്ര രൂപ? 80% ഓഫ് വേജസ്. അവരുടെ കൂലിയുടെ 80%. സാധാരണ രോഗങ്ങൾക്കാണ് 70% ആണ് കിട്ടുക. ഒരു ദിവസത്തെ കൂലിയുടെ 70% സാധാരണ രോഗങ്ങൾക്ക് സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ ചില എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിക്നസ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട്. ട്യൂബർക്കുലോസിസ്, ദാറ്റ് മീൻസ് TB അല്ലെ, ക്ഷയരോഗം. ലെപ്രോസി, എന്താ ലെപ്രോസി? കുഷ്ഠരോഗമാണ്. ഫ്രാക്ചേഴ്സ്, ഒടിവ്, ചതവൊക്കെ കുറെ ഭയങ്കര വലിയ ഫ്രാക്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാരക രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 വർഷം വരെ ഈ ബെനിഫിറ്റ് നീട്ടിയിട്ടുണ്ട്. അതാണ് എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ ബെനിഫിറ്റ് കിട്ടുന്ന കാലയളവ് കൂട്ടിയിരുന്നത് എത്രയാണ്? 2 years, 2 വർഷം വരെ കിട്ടുന്നു. കാരണം അതൊക്കെ പെട്ടെന്ന് മാറുന്ന രോഗങ്ങളല്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ മാത്രമല്ല അത് കിട്ടുന്നത് 80% ഓഫ് വേജസ് ആണ്. നേരത്തെ പറഞ്ഞത് 70% ആണെങ്കിൽ പിന്നെ പറയുന്നു 80% ആണ്. ഏതാണോ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ വെറുതെ വായിച്ചാൽ മനസ്സിലാകും നമുക്ക്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ വരയ്ക്കാൻ പറയാത്തത് അതുകൊണ്ടാണ്. അടുത്തത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എൻഹാൻസ്ഡ് അതായത് കുറച്ച് എൻഹാൻസ്മെന്റ് ആണ്. ഇവിടെ മെയിൽ ബെനിഫിഷ്യറീസ് അകത്ത് പെടുന്നുണ്ട്, ഫീമെയിൽ ബെനിഫിഷ്യറീസ് ഉണ്ട്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടേണ്ട ചില ബെനിഫിറ്റുകളാണ് ഇതിനകത്ത് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ, അതായത് ഈ വന്ധ്യകരണമൊക്കെ നടത്തുന്ന സമയത്ത്, വന്ധ്യകരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, കുട്ടികൾ ഉണ്ടാകുന്നത് നിർത്തുന്ന ആ ഒരു അവസ്ഥയൊക്കെ, അതിന് വേണ്ടിയിട്ട് ചിലപ്പോ എന്തെങ്കിലും ദിവസങ്ങളൊക്കെ ചിലപ്പോ അവധിയൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ടാവും, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യേണ്ട ദിവസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവർക്ക് 7 ദിവസം വരെ ബെനിഫിറ്റ് കിട്ടുന്നത്. 7 ദിവസമാണ്. പുരുഷന്മാർക്ക് കിട്ടുന്ന 14 ദിവസത്തെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്? സ്ത്രീകൾക്ക്. ഫീമെയിൽ ബെനിഫിഷ്യറീസിന് 14 ദിവസങ്ങളാണ് കിട്ടുന്നത് ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഏതിന്റെയാ? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് will be provided to male beneficiaries up to 7 days and 14 days to female beneficiaries. അതാണ് പ്രത്യേകത. ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ്. ഇൻ ദ കേസ് ഓഫ് പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ 150 ദിവസം, 6 മാസത്തോളമാണ് എന്ത് ചെയ്യുന്നു, അവർക്ക് ഫുൾ വേജസ് ആയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കാലയളവിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇത്തരം സ്കീമിൽ പങ്കെടുക്കുന്ന എംപ്ലോയീസിന്, ഇത്തരം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എംപ്ലോയീസിന് 150 ദിവസത്തോളം അവർക്ക് ഫുൾ വേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റിൽ കിട്ടുന്നത്. മാത്രമല്ല 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP, അതായത് എന്താ പറയാ, MTP എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, പ്രസവം നിർത്തലാണ് കേട്ടോ. അപ്പൊ പ്രസവം നിർത്തലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ മിസ്കാരേജ് അറിയാലോ, അത് ക്യാരിയിങ് ആണ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ ഏതെങ്കിലും കാരണവശാലൊക്കെ പോവുക, ലബോറട്ടറിയിൽ പോകുന്നതൊക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ 6 ആഴ്ചകൾ വരെയൊക്കെയാണ് കേട്ടോ. 6 ആഴ്ചകൾ, 1.5 മാസമൊക്കെയാണ് അതിന്റെ ആ ഒരു പീരീഡ് കാലയളവിൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. മെറ്റേണിറ്റി ബെനിഫിറ്റ് 180 days ഫുൾ പേയ്മെന്റ് ഓഫ് വേജസ് ആണ് പ്രഗ്നൻസിക്കും, 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് അതായത് ടെമ്പററി ഡിസേബിൾമെന്റ് ആണ്. താൽക്കാലികമായിട്ട് നമുക്ക് എന്താ പറയാ, ഡിസേബിൾഡ് ആകുക. ഡിസേബിൾഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസേബിൾ ആകുക എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിക്കുക. അത് താൽക്കാലികമായിട്ടാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വലിയ ആക്സിഡന്റ് ഒക്കെ വന്നിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് വലിയ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി ഡിസേബിൾഡ് ആയിട്ട് നമുക്ക് ജോലിക്കൊന്നും പോകാതെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരാൾക്ക് ടെമ്പററി ഡിസേബിൾമെന്റിന് 90% ഓഫ് ദ വേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ആയിട്ട്. 90%. ആ ഒരു ഡിസേബിൾമെന്റ് പീരീഡ് എത്ര ദിവസമാണോ
നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരാഴ്ചയാണോ 2 അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ദിവസങ്ങളിലൊക്കെ 90% വേജസിന്റെ 90% ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. 100 രൂപ കിട്ടുന്ന ആളാണെങ്കിൽ 90 രൂപ ഡെയിലി കിട്ടും. 100 രൂപയ്ക്ക് ആണ് ജോലിയുടെ ആ ഒരു ദിവസത്തെ കൂലിയെങ്കിൽ 90 രൂപ വെച്ചിട്ട് ആൾക്കാർ ഡിസേബിൾമെന്റ് പീരീഡിൽ 10 ദിവസം ആണെങ്കിൽ 10 ദിവസം 90 രൂപ വെച്ച് കിട്ടുന്ന, 1 മാസമാണെങ്കിൽ 1 മാസം. അവിടെ അവര് എന്താ പറയാ ഒരു സ്പെസിഫൈഡ് ടൈം അവിടെ പറയുന്നില്ല. ഡിസേബിൾമെന്റ് പീരീഡ് തീരുന്നത് വരെ. അത്രയാണ്. 90% ഓഫ് വേജസ് ആണ്. എല്ലാത്തിനും വ്യത്യാസം ഉണ്ട്, പെർസെന്റേജും മറ്റു കാര്യങ്ങളിലൊക്കെ ദിവസങ്ങൾക്കൊക്കെ. അടുത്തത് ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ്. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ മരണാനന്തര ചില നേട്ടങ്ങളാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ആള് മരിച്ചു പോയി എന്ന് വിചാരിക്കാം, ഇതിന്റെ സ്കീമിൽ ഉണ്ടായിരുന്ന ആള് മരിച്ചു പോയെങ്കിൽ ആളുടെ ഫ്യൂണറൽ പർപ്പസുകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു 15,000 rupees ഇൻ ക്യാഷ് ആണ്. 15,000 രൂപ എന്ത് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് ആ വീട്ടിലെ എൽഡസ്റ്റ് മെമ്പർക്ക് കൊടുക്കുന്നതാണ്. ഏറ്റവും പ്രായം ഉള്ള ആൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിലുള്ള പ്രായമുള്ള ആളുടെ കയ്യിലേക്ക് ഒരു 15,000 rupees ആണ് എന്തിന് ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ESIയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് വൺ മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഇൻഡോർ ആൻഡ് ഓൾസോ ഔട്ട്ഡോർ സർവീസസ് ആർ മേക്കിംഗ് യൂസ്. ഈ പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് നടത്തേണ്ടതായിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾക്കും പുറത്ത് ഹോസ്പിറ്റലിന്റെ പുറത്ത് ചില സ്പെഷ്യൽ സേവനങ്ങൾ നമ്മൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെ ആ ഒരു മെഡിക്കൽ കവറേജ് വർക്കർക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്നു. ആ ഇങ്ങനെയുള്ള ESIനകത്ത് അംഗങ്ങളായുള്ള വർക്കേഴ്സിന് ഈ പറയുന്ന എല്ലാ സർവീസസും ഔട്ട്ഡോർ സർവീസസ് ആസ് വെൽ ആസ് ഇൻഡോർ സർവീസസിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് മെഡിക്കൽ ബെനിഫിറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ESI കൊണ്ടുള്ള കുറെ ബെനിഫിറ്റുകൾ. സിക്നസ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, അതായത് അസുഖങ്ങളാണ്, മാരക രോഗങ്ങളാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, മെയിൽ ബെനിഫിഷ്യറീസിനും ഫിമെയിൽ ബെനിഫിഷ്യറീസിനും 2 കാര്യങ്ങൾ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ക്ലിയർ ആയോ ഇവിടെ വരെ? മനസ്സിലായോ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ തൊട്ട് മുഖത്തിൽ നമ്മൾ പറഞ്ഞു ESIയില് നമ്മൾ ആ ESI എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ എംപ്ലോയീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷെ ദ കോൺട്രിബ്യൂഷൻ ഇസ് മെയ്ഡ് ബൈ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ ആര് നടത്തണമെന്നാണ് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ, എംപ്ലോയറും നടത്തണം എംപ്ലോയിയും നടത്തണം. എംപ്ലോയർ എത്ര നടത്തണമെന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായല്ലോ, 3.25% ഓഫ് ദ വേജ്. വേജസിന്റെ കൂലിയുടെ 3.25% ആര് കൊടുക്കണം? എംപ്ലോയർ കൊടുക്കണം. 0.75% എംപ്ലോയിയും കൊടുക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ESI ആക്ട് 1948. 1948 ആക്ട് പ്രകാരം, ESI ആക്ട് പ്രകാരം ഒരു വേജസിന്റെ എന്താ പറയാ നമ്മുടെ ESI കണക്കാക്കിയിരിക്കുന്നത് INR 20,000 രൂപയാണെങ്കിൽ INR 20,000 INR എന്താ? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ? നോർമലൈസ്ഡ് റേറ്റ്. അതായത് ഒരു നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ആണ്, മൂല്യമാണ്. ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 20,000 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് എംപ്ലോയറും എംപ്ലോയിയും നടത്തിയിരിക്കുന്നതാണ് ആ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചേക്കണം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 20,000 ഇൻറ്റു 3.25%, 650 രൂപ. അതുപോലെ തന്നെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതേ 20,000 തന്നെ 0.75%, 150 രൂപ. ഇത് രണ്ടും കൂടി ചേർന്ന് ടോട്ടൽ ആ ഒരു പദ്ധതി പ്രകാരം കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത് 800 രൂപ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ശരിയാണെന്ന്? കാൽക്കുലേഷൻ ശരിയല്ലേ? കിട്ടിയോ നിങ്ങൾക്ക്? 650, 150 ഒക്കെ ഒന്ന് വേഗം നോക്കിയേ, ബാക്കടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. കിട്ടി അല്ലെ? അത് അവർ കാണിച്ചേക്കണ്ട. അപ്പൊ മറക്കണ്ട, റേറ്റ് മറക്കണ്ട. 0.25%, 0.75% മറക്കരുത് കേട്ടാ. ആ ബെനിഫിറ്റുകളൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ പതിയട്ടെ. ആ ഒരു പെർസെന്റേജുകളും ദിവസങ്ങളുടെ എണ്ണവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, എമൗണ്ടുകളൊക്കെ ചിലതൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നിനും എങ്ങനെയൊന്നും വായിച്ചു നോക്കിയേ വേഗം പെട്ടെന്ന്.
മാം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരാൾക്ക് ഏകദേശം അവർക്ക് കിട്ടുന്നുണ്ടാവും ഒരു മാസം 800 രൂപയുടെ അതിന്റെ 90% ആയിരിക്കോ? 800 രൂപയുടെ 90%? അല്ലെങ്കിൽ അല്ല, ഫുൾ വേജിന്റെ അവരുടെ സാലറിയുടെ 90% ആയിരിക്കും കിട്ടുക. വേജസിന്റെ ഡെയിലി വേജസിന്റെ 70% ആണ് സിക്കിനൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. അത് 91 ദിവസത്തോളം കിട്ടുന്നതാണ്. ഒരു ഇയറിൽ 91 ദിവസത്തോളം. അത് അടുപ്പിച്ച് ഇങ്ങനെ 91 ദിവസം നമുക്ക് രോഗം വന്ന് കിടക്കണം നിർബന്ധമൊന്നുമില്ല. ഇല്ല, അത് ആ ഒരു ഇയറിന്റെ ഉള്ളില് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളൊക്കെ ഇയാൾക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റാതൊക്കെ ആകുമ്പോ ആ വേജസിന്റെ അതിന്റെ ഒരു ദിവസത്തെ കൂലി എത്രയാണോ അതിന്റെ 70%. ഇപ്പൊ 100 രൂപ കൂലി കിട്ടുന്ന ആളാണെങ്കിൽ 70 രൂപ ആൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. വായിച്ചു നോക്കി എല്ലാവരും. ക്ലിയർ അല്ലേ? അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൊക്കെ. അപ്പൊ കുറച്ചൊക്കെ അല്ലെ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ, ഇൻഷുറൻസ് എന്നൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ആധികാരികമായിട്ട് ഇതിന്റെ എന്താ പറയാ ഒന്നും കൂടെ പറയോ മാം? ഏതാടാ കാൽക്കുലേഷൻ ഒന്നും കൂടെ പറയോ? പറയാലോ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞല്ല ഈ നമ്മുടെ സാലറിന്ന് പിടിക്കുന്ന എമൗണ്ട് അല്ലേ അവ? നമ്മുടെ സാലറിന്ന് പിടിക്കണ്ട, പിടിക്കോ പിടിക്കാതിരിക്കോ. അതായത് എനിക്കിപ്പോ ഞാൻ ഒരു എംപ്ലോയി, ഒരു ജോലി സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി, എന്റെ എംപ്ലോയർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫാക്ടറി വർക്കേഴ്സിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇവര് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള ആൾക്കാരാണ്. അവർക്ക് ശാരീരികമായിട്ടുള്ള അധ്വാനം കൂടുതലുണ്ട്. അതുമായിട്ട് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിനകത്ത് ഒരുപാട് മെഷീൻസും ഫാക്ടറി എന്താ പറയാ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന രോഗങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് എംപ്ലോയറുടെ ഇനീഷ്യേഷനോടുകൂടി തന്നെ, അതായത് എംപ്ലോയറും നമ്മളെ ഫോഴ്സ് ചെയ്യും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ ഇങ്ങനത്തെയൊക്കെ വരാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയറെ സംബന്ധിച്ചും വലിയൊരു ഫിനാൻഷ്യൽ ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എംപ്ലോയറും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളിൽ നിന്ന് പിടിക്കണമെന്നില്ല, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ് അതിനകത്തേക്ക്. കാരണം അത് പിന്നീട് നമുക്ക് അത്തരം അസുഖങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന രോഗങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ ഇൻഡെമിനിഫൈ ചെയ്യണ്ടേ, ആ ഒരു ഫിനാൻഷ്യൽ ലോസിനെ അഭിമുഖീകരിക്കണ്ടേ. കാരണം നമുക്ക് കിട്ടുന്ന വേതനം, അതായത് കൂലി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന കാശും വന്നു കഴിയുമ്പോൾ നമുക്ക് പറ്റുമോ? ഇത് സാധാരണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യമേ പറഞ്ഞ കാര്യം ഇതാണ്. ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ, അതും ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ഏറ്റവും, അതായത് ആവറേജ് അതിന്റെ ബിലോ ഉള്ള ആളുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്ന് കൺസിഡർ ചെയ്യുക. ഭയങ്കര ഹൈ ലെവൽ ആളുകളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ഇത്തരം എന്ത് എക്സ്പെൻസുകളെയും മീറ്റ് ചെയ്യാനായിട്ട്. വലിയ അവറേജ് ഇൻകം, വലിയ ഇൻകം ഏൺ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ, കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരും ആലോചിച്ച് പഠിക്കുക, അങ്ങനെ ആലോചിക്കുക കേട്ടോ. അത് നമ്മൾ ചോദിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് ഈ ഫുൾ എമൗണ്ട് ഈ എന്താ പറയാ എംപ്ലോയിയുടെ കാശ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആകെ കിട്ടുന്ന തുച്ഛമായ വരുമാനം, അതിൽ നിന്ന് ഈ ഇൻഷുറൻസിന്റെ പൈസ അടയ്ക്കാനായിട്ട് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ എടുത്ത് അത് മുഴുവൻ അങ്ങനെ കൊടുത്താലോ പറ്റുമോ? അതില്ല. അതുകൊണ്ട് മെജോറിറ്റി തുക കൊടുക്കുന്നത് എംപ്ലോയർ. എന്നിട്ട് എനിക്ക് എന്റെ എന്താ പറയാ ലൈഫിനെ സെക്യൂർ ചെയ്യാൻ, എനിക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് തരാനായിട്ട് എംപ്ലോയർ തന്നെ മുൻകൈ എടുത്ത് ആളുടെ നമ്മുടെ കോൺട്രിബ്യൂഷന്റെ, എനിക്ക് തരേണ്ട കൂലി എത്രയാണ് അതിന്റെ ഒരു 3.25% പുള്ളിക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. എന്റെ നിന്ന് അതേ ഇതിന്റെ തന്നെ 0.75% മാത്രം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് പിടിക്കോ, അങ്ങനെയൊക്കെ ആവട്ടെ. അതെങ്ങനെയൊന്നും ആവട്ടെ, നമ്മളിപ്പോ PF പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒക്കെ വേണമെന്നില്ല. അങ്ങനെ പിടിക്കും, അത് വേജസ് കൊടുക്കുന്ന സമയത്ത് പിടിക്കും, അങ്ങനെയാന്ന് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണത്. അപ്പൊ ഒരു INR 20,000 രൂപ ഏൺ ചെയ്യുന്നത് മന്ത്ലി ആയിട്ടായിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി ഏൺ ചെയ്യുന്ന ആളുടെ 3.25% 650 രൂപ ആളുടെ എംപ്ലോയർ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 20,000-ന്റെ തന്നെ ആൾക്ക് കിട്ടുന്ന കൂലിയുടെ 0.75% 150 രൂപ, രണ്ടും കൂടി ചേർന്ന് 800 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് പോകുന്നത്, ഇൻഷുറൻസിന്റെ കോൺട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. അത് അവിടെ അടച്ചിരുന്നു. അത് 1 വർഷത്തേക്കാണെങ്കിൽ 1 വർഷത്തേക്ക് ആ 1 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണോ അത് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഇനിയും നമുക്ക് അപ്പൊ നമ്മൾ SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പഠിച്ചു. രണ്ടാമത്തെ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പഠിച്ചു. മറ്റൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം CGHS ആണ്. ഇത് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള പഴയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഇന്ന് അടുത്ത കാലങ്ങളിലൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് വീണ്ടും അതിന്റെ ഊർജ്ജസ്വലമായിട്ട് അത് വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1954. 1954 ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എളുപ്പം ഇവിടെ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ ESI ഒക്കെ കൂടുതലും ഫാക്ടറി വർക്കേഴ്സിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഇത്തരം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് മെയിൻലി ഫോർ ദ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. അതായത് ഗവൺമെന്റ് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ പെൻഷൻ പറ്റുന്ന ആൾക്കാരും അവരുടെ ഫാമിലീസിനും ഒക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താ പറയാ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്, CGHS എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ കവറേജ് കൊടുക്കുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലീസിനും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഒരു പുതിയ വേറൊരു പദ്ധതിയാണ്. നേരത്തെ ഉള്ളത് തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി കറന്റ് ആയിട്ടാണ്, അടുത്ത കാലഘട്ടങ്ങളിലാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടത് എന്താ പറയാ പ്രാബല്യത്തിലൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ടൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ള പദ്ധതികളൊക്കെ തന്നെയാണ്. പക്ഷെ ആളുകളൊന്നും അതിനെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം ബോധർ ചെയ്തിരുന്നില്ല പണ്ട് കാലത്ത്. കുറച്ച് കാലഘട്ടങ്ങൾ മുമ്പ് വരെ, 10-20 വർഷം മുമ്പ് വരെ. ബിക്കോസ് അന്നൊന്നും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള രോഗങ്ങളും വൈവിധ്യങ്ങളായ രോഗങ്ങളുടെ കാഠിന്യവും ഭയങ്കര വലുതാണ്. ചില രോഗങ്ങളൊക്കെ പിന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ പെട്ടെന്ന് തന്നെ ആളുകളുടെ മരണത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി എന്ത് ചെയ്തു, വീണ്ടും ഒന്നുകൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത് പോലെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടൊക്കെ വീണ്ടും പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവരെ പറഞ്ഞേക്കണേ. 1954 കാലഘട്ടമൊക്കെ തുടങ്ങിയത് ഉണ്ട് അല്ലെ, എത്ര വർഷങ്ങൾ പിന്നിട്ടു. പക്ഷെ ഇത്രയും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ഇന്നത് കയറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ രോഗങ്ങളുടെ രോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണങ്ങളും അല്ലെ, ഒത്തിരി അധികം പ്രായമില്ലാത്ത ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ചില രോഗങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്നവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് ആ പറയുന്ന ആളുകൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടം, ആളുകളുടെ ഇൻകമിൽ ഉണ്ടാകുന്ന നഷ്ടം ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന വ്യത്യാസം ഒക്കെ മാറ്റാൻ പറ്റുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ. ഓക്കെ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് CGHS. അതിന്റെയൊക്കെ ഷോർട്ട് ഫോം ഒക്കെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം. ഇയർലി എസ്റ്റാബ്ലിഷ് ചെയ്തു. ESI 1948 1948 ESI. ഈ CGHS 1954 SHI അങ്ങനെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത്രയും വരെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ഭാഗം ഞാൻ എടുക്കുന്നില്ല. ഇനി അത് ആരൊക്കെയാണ് അതിന്റെ ബെനഫിഷ്യറീസ്, ഈ നേട്ടം CGHS-ന്റെ നേട്ടങ്ങൾ കിട്ടുന്ന ആ ഒരു വിഭാഗത്തിന്റെ കുറെ പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. ഓക്കെ. CGHS-ന്റെ ആ ഒരു ചെറിയ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഒത്തിരി ആളുകൾ ഈ ഒരു സ്കീമില് ഇതിന്റെ ഈ പ്രോഗ്രാമില് എന്താ പറയാ ബെനഫിഷ്യറീസ് ആയിട്ടുണ്ട് കേട്ടാ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതി പ്രകാരം ഒത്തിരി ബെനഫിഷ്യറീസ് ഉണ്ട് അതിനകത്ത്. കാരണം ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ്, അവരുടെ ഫാമിലീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു ബെനഫിറ്റിന് അർഹരായിട്ടുള്ളവരുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഒന്ന് വായിച്ചു നോക്കാം.
ക്ലിയർ ആയില്ലേ? വായിച്ചിട്ട് മനസ്സിലാവായിക്കൊന്നുമില്ലല്ലോ? കറക്റ്റ് 2 പേജ് ആക്കാൻ വേണ്ടി ഞാൻ അത് കൂടി എടുത്തു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു നിർത്തിയതിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്ന് നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ESI, അതിന്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റുകൾ ആർക്കൊക്കെയാണ് അവൈലബിൾ ആകുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ CGHS എന്താണെന്ന് മാം ഒരു സംശയമുണ്ട്. ഇപ്പൊ എടുത്ത പോർഷൻസ് അല്ല, അതിന് മുമ്പത്തെ ഒരു പോർഷൻസ് ആണ്. അതെ, ഈ ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസിൽ കവർ ചെയ്യാത്തെന്നും പറഞ്ഞ് കുറച്ച് പഠിപ്പിച്ചല്ലേ ഇതിന് മുമ്പ് വെയിറ്റിംഗ് പീരീഡിന്റെ ഒക്കെ. അതില് ഈ പ്രഗ്നൻസി, അബോർഷൻ ഒക്കെ